ഫ്രണ്ട്സ്, ഇതാണ് സ്ട്രൈറ്റ് ത്രോ കേബിളിങ്ങിൻ്റെ ഒരു വർക്കിംഗ് ഡിസൈൻ. ഇതാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്തൊരു സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ചോ അതോ ഹബ്ബോ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇങ്ങനെ കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതിൻ്റെ കളർ കോഡാണ് സ്ട്രൈറ്റ് ത്രോവിൻ്റെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പ്യൂട്ടറുകളെ തമ്മിൽ നെറ്റ്വർക്ക് സ്വിച്ചോ നെറ്റ്വർക്ക് ഹബ്ബോ ഇല്ലാതെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ക്രോസ് ഓവർ. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ CAT 6ൻ്റെ ഒരു നെറ്റ്വർക്ക് കേബിൾ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് സ്ലീവ് കളയാം. പെയറിനെല്ലാം നേരെ ഒന്ന് സ്റ്റഡി ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെയറെല്ലാം സ്റ്റഡി ആക്കിയിട്ടുണ്ട്. ഇനി കളർ കോഡ് എടുക്കാം. ഗ്രീൻ വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച് വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഓറഞ്ച്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് ക്രോസ് ഓവറിൻ്റെ കളർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തൊക്കെയാണെന്ന്. സെയിം നമ്മൾ സ്ട്രൈറ്റ് ത്രോ കേബിൾ ആദ്യത്തെ വീഡിയോയിൽ കേബിൾ ക്രിമ്പ് ചെയ്തതുപോലെ തന്നെ ഈ കേബിളിനെ നമുക്ക് ഡയറക്റ്റ് ജാക്കിലോട്ട് വെച്ച് ക്രിമ്പ് ചെയ്തിടാം. ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ആദ്യം അതിൻ്റെ അളവിന് കട്ട് ചെയ്യുക. RJ45 മോഡ്യൂളാണ്. ഇതിനകത്തോട്ട് കേബിള് കൊടുത്ത ശേഷം സോക്കറ്റ്, വലിയ RJ45 സോക്കറ്റ് ഇതാണ്. ഇതിൽ വെച്ച് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡിലുള്ള കണക്ടർ ഞാൻ ട്രിം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് കേബിളിൻ്റെ മറ്റേ വശമാണ്. ഞാൻ അത് സ്ലീവ് കളഞ്ഞ് പെയർ സെപ്പറേറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മറുവശത്തുള്ള കളർ കോഡ് എങ്ങനെയാണ്? നമ്മൾ സെയിം സ്ട്രൈറ്റ് ത്രൂവിൻ്റെ കളർ കോഡാണ്. എങ്ങനെ? ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇത് സ്ട്രൈറ്റ് ത്രൂവിൽ നമ്മൾ അടിച്ച കളർ കോഡാണ്. സെയിം ആണ്. ക്രോസ് ഓവറിൻ്റെ ഒരു എൻഡിൽ സ്ട്രൈറ്റ് ത്രൂവിൻ്റെ കളർ കോഡ് കൊടുക്കുക. മറു എൻഡിൽ ഞാൻ ആദ്യം പറഞ്ഞ ക്രോസ് ഓവറിൻ്റെ കളർ കോഡ് കൊടുക്കുക. ജാക്കിനകത്ത് കറക്റ്റ് വയ്ക്കുക. ജാക്കും കേബിളിൻ്റെ സ്ലീവും ഇതേപോലെ ഇരിക്കണം എങ്കിൽ ഇതാണ് ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ക്രിമ്പിങ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതാണ്. ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ബൂട്ട് ആഡ് ചെയ്യാം. ഒരുപാട് ഇപ്പോൾ ആക്സസറീസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ക്രിം ചെയ്യാം. ഫ്രണ്ട്സ്, ഇവിടെ രണ്ട് കണക്ടറും ഞാൻ ക്രിം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കേബിൾ ടെസ്റ്റർ ഉപയോഗിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. അറിയാം, സ്ട്രൈറ്റ് ത്രൂ 1 മുതൽ 8 വരെ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇത് സ്ട്രൈറ്റ് ത്രൂവിൻ്റെ കളർ ലൈറ്റാണ്. പക്ഷേ ക്രോസ് ഓവറിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ LED കത്തുന്നത് 3, 6, 1, 5, 7, 8 അങ്ങനെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മൂന്നാമത്തെ പെയറാണ് ഓറഞ്ച് വൈറ്റ്, ആറാമത്തേതാണ് ഓറഞ്ച്, അടുത്ത് വരുന്നതാണ് 1 ഗ്രീൻ വൈറ്റ്, 2 ബ്ലൂ, അടുത്ത് വന്നിട്ട് 6, 7 ഇതൊക്കെ വന്ന് ബ്രൗൺ വൈറ്റ്. കറക്റ്റ് ആ ലൈറ്റ് നമ്മൾ കത്തുന്നത് ഓരോ പെയറിന് മേലെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഓറഞ്ച് നമ്മൾ സ്ട്രൈറ്റ് ത്രോ കളർ കോഡ് ഡയറക്റ്റായി കൊടുത്തത് കൊണ്ട് ഈ LED കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. 1 മുതൽ 8 വരെ കറക്റ്റായി വരുന്നുണ്ട്.
ഇത് ക്രോസ് ഓവർ കണക്ഷൻ ആയതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത്. പക്ഷേ നമ്മൾ ഈ ലൈറ്റിൻ്റെയും പെയറിൻ്റെയും ഒരു കളർ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം സീരീസിൽ തന്നെയാണ് ഇതും ഈ LED ബ്ലിങ്ക് ആവുന്നത്. പക്ഷേ അത് പെയർ മാറിയത് കൊണ്ടാണ് അവിടെയും ഇവിടെയായിട്ടൊക്കെ കത്തുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.